ഇതില് തേങ്ങ, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി, കറിവേപ്പില ഇത്ര ഇട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ ദേ തേങ്ങയൊക്കെ നല്ലോണം അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണേ. അപ്പൊ ദേ ഇന്നൊരു മാങ്ങാക്കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പൊ മീൻകറി ഇല്ല, പിന്നെ മീൻ വറക്കാനായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചാറ് എന്തെങ്കിലും വേണമല്ലോ. കരണ്ട് വന്നും പോയി ഇരിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ നേരത്തെ തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതായതല്ലോ അപ്പം ജനറേറ്റർ വർക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് പവർ കിട്ടത്തില്ല, അപ്പം അതുകൊണ്ട് മിക്സി വർക്ക് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ തേങ്ങ ഒക്കെ ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴാ പോവാ എപ്പോഴാ വരിക എന്ന് പറയാറില്ല, അതുകൊണ്ട്. അപ്പൊ ദാ മാങ്ങ കറിയാണ് ഇന്നത്തെ ചാറ്. കഴിഞ്ഞ ആഴ്ച ഞാൻ വലിയ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് കറിയൊന്നും വെച്ചില്ല. ഉള്ളതൊക്കെ തട്ടിക്കൂട്ട് കറികളിലൊക്കെ ഞാൻ അങ്ങ് ഒതുക്കി. അപ്പോ ഇന്ന് മാങ്ങാക്കറിയാണേ. ഇത് മുഴുവനൊന്നും കറി വെക്കൂല, പകുതിയെ കറി വെക്കൂല. നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പൊ പകുതി കറി വെച്ചിട്ട് പകുതി നമുക്ക് ചമ്മന്തി അരയ്ക്കാം. ചമ്മന്തി നാളെ ആയാലും അരച്ചാൽ മതിയല്ലോ. രണ്ടും പുളിയും കൂടെ പറ്റത്തില്ല, അപ്പൊ ഏതെങ്കിലും ഒരു പുളിയേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് മാങ്ങാക്കറി വാ. ഇതൊന്ന് ചെത്തി ക്ലീൻ ചെയ്തെടുക്കാമേ. കുറച്ച് മതി കേട്ടോ. നല്ല ദശയുള്ള മാങ്ങയാണേ. ഒത്തിരി കറി വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ കൂട്ടേണ്ടി വരും. ഒരു ദിവസമേ കൂട്ടുള്ളൂ ഇതിന്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ കൂട്ടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് മാങ്ങ എടുത്ത് കറി വെക്കാം. ഇതിലേക്ക് ഇട്ടൊന്ന് കഴുകി വാരി എടുത്തിട്ട് വരും. ഇതാ കഴുകി വാരി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അത് അടുപ്പത്ത് വെച്ച് നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിക്കാം. അതിലേക്ക് ഇതേ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി കേട്ടോ. ചെറിയൊരു ചുവപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാ കറിക്ക് വേണ്ട ഉപ്പ് 1 സ്പൂൺ നിറച്ചിട്ടിട്ടുണ്ട്. 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ഇതാ കുറച്ച് കറിവേപ്പില ഉണങ്ങിപ്പോയി കേട്ടോ. ഒന്ന് മൂടി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റ് ഇതാ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇതാ വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതാ വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതാ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. മൂടി വെക്കാം. ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. തീ കുറച്ച് വെച്ചിട്ടാണ് പോയത്. ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. മാങ്ങ വെന്തോ നോക്കാം കേട്ടോ. മാങ്ങ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ.
വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ മാത്രം. അതിന്റെ പുളി ആ വെള്ളത്തിലോട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയാണേ. മാങ്ങാക്കറിയാന്ന് അറിയണ്ടേ, അതുകൊണ്ട് ചെറുതായിട്ട് ഉടച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതാ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി ഉപ്പ് വേണേ, ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അര സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടേ. കുറച്ച് ആ പുളി അധികമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഒന്നുകൂടെ മൂടി വെക്കാം. തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിടാമേ. ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് താളിക്കാനുള്ള കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. വാട്ട് എ ബ്യൂട്ടിഫുൾ ആണ് അവസ്ഥ. എന്നാ പറയാനാ, പ്രാവിനെ ഓടിക്കാൻ പോയത്, അത് തിളച്ചു പോയി. അപ്പൊ തീ നിർത്തി കൊടുക്കാമേ. മൂന്നാല് ഉലുവ പ്രശ്നം ഇട്ട് കൊടുക്കട്ടെ. ഉലുവ മതിയോ? മതിയോ? മാങ്ങാക്കറി, മീൻ വറുത്തത്,